നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഇതൊരു 3/4 മെട്രിക്സ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ എടുത്തതെല്ലാം റോയും കോളോ ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സാണ്, അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്തത്. ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് 3/4 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ ഏതൊക്കെയാണ് ഡയഗണൽ എലമെൻറ്റ്സ് വരുന്നത് എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കണ്ട, ഡയഗണൽ എലമെൻറ്റ്സിന് താഴോട്ടുള്ള വാല്യൂ 0 ആക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള മെട്രിക്സ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡയഗണൽ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യാനായിട്ട് നിൽക്കണ്ട. ആദ്യത്തെ പ്രൊസീജിയർ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ 1 യൂസ് ചെയ്ത് ഇതും 0 ആക്കുക അല്ലേ. നമുക്ക് ആദ്യം അതങ്ങ് ചെയ്യാം. അപ്പോൾ R2 gives R2 minus 2R1. R3 gives R3 minus R1. അപ്പോൾ എന്താ റിസൾട്ടൻ മെട്രിക്സ് നമുക്ക് കിട്ടുന്നത്? 1 2 3 2, ഇത് 0 ആയി. 3 minus 4 minus 1, അടുത്ത എന്താ 5 minus 6 minus 1, അടുത്ത 1 minus 4 1 minus 4 minus 3. അടുത്ത ഇവിടെ ആവുമ്പോൾ 0 3 minus 2 1 4 minus 3 1 5 minus 2 3 അല്ലേ. അടുത്ത എലമെൻ്റ് ഏതാ? ഇവിടെ വരുന്ന എലമെൻ്റ് യൂസ് ചെയ്തിട്ട് അതിന് താഴോട്ടുള്ള വാല്യൂ 0 ആക്കണം അല്ലേ. അതുപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി. അടുത്ത സ്റ്റെപ്പിൽ ഇപ്പം ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ വരുന്ന എലമെൻ്റ് ഏതാണോ അത് യൂസ് ചെയ്ത് അതിന് താഴോട്ടുള്ളത് 0 ആക്കണം. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അതാകുമ്പോൾ കൺഫ്യൂഷൻ വരത്തില്ല. കാരണം നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ കറക്റ്റായിട്ട് ഡയഗണൽ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റോയിൻ്റെയും കോളത്തിൻ്റെയും വാല്യൂ അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡയഗണൽ എലമെൻറ്റ്സ് എടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ വരും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് യൂസ് ചെയ്ത് അതിന് താഴോട്ടുള്ള 2 വാല്യൂസ് 0 ആക്കാം. അപ്പോൾ ഒരു മെട്രിക്സ് കിട്ടും. അതിനുശേഷം അടുത്ത ഇവിടെ വരുന്ന എലമെൻറ്റ് ഏതാണോ അത് യൂസ് ചെയ്ത് അതിന് താഴോട്ടുള്ള എലമെൻറ്റ്. അടുത്ത സ്റ്റെപ്പ് വീണ്ടും എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന എലമെൻറ്റ് ഏതാണോ അത് യൂസ് ചെയ്ത് അതിന് താഴോട്ടുള്ള വാല്യൂസ് 0 ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? R3 gives R3 plus R2 അല്ലേ. അപ്പം എന്താ കിട്ടുന്നത്? 1 2 3 2 0 minus 1 minus 1 minus 3 0 0 0 0. അപ്പോൾ ഈ നമുക്ക് തന്നേക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയാം. അപ്പോൾ അടുത്ത നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ, നമ്മൾ എങ്ങനെയാണ് പ്രൊസീജിയർ പഠിച്ചേ റാങ്ക് കണ്ടുപിടിക്കാനായിട്ട്? ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെൻറ്റ് യൂസ് ചെയ്ത് അതിന് താഴോട്ടുള്ള വാല്യൂ 0 ആക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നല്ലേ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ എലമെൻറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് ബാക്കിയുള്ള എലമെൻറ്റ് 0 ആക്കാൻ എളുപ്പമാണ്. പക്ഷെ നമുക്കങ്ങനെ പറ്റില്ല. അങ്ങനെ 0 വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റോയും മറ്റൊരു റോയുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? സെക്കൻഡ് റോയിലും ലാസ്റ്റ് റോയിലും 1 വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് റോയും 4th റോയുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റും തേർഡും ആയിട്ട് വേണമെങ്കിലും ഇൻ്റർചേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മൾ അതിലോട്ട് പോകണ്ട. കാരണം എന്താ? അവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് 3 ആണല്ലേ. അപ്പോൾ നമുക്ക് 3നെ കാട്ടിയും ഫസ്റ്റ് എലമെൻറ്റ് 1 വരുന്നതാണ് സിംപ്ലിഫിക്കേഷന് ഈസി. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം R1 changes to R2. ഓക്കെ, R1 എന്തായിട്ട് മാറും? R2 ആയിട്ട് മാറും. അപ്പോൾ 1 0 1 1 0 1 minus 3 minus 1 3 1 0 2 1 1 minus 2 0. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഈ 1 യൂസ് ചെയ്ത് അതിന് താഴോട്ടുള്ള വാല്യൂസ് എല്ലാം 0 ആക്കണം. അപ്പോൾ സെക്കൻഡ് റോയിൽ ആദ്യത്തെ എലമെൻറ്റ് എന്ത് തന്നെയാണ്? 0 തന്നെയാണ് അല്ലേ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട? ആ സെക്കൻഡ് റോയിനെ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് തേർഡ് റോയിനെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കാം. അപ്പോൾ R3 gives R3 minus 3R1. അതുപോലെ R4 gives R4 minus
R1. എന്തൊക്കെയാ റിസൾട്ടൻറ്റ് മെട്രിക്സ് കിട്ടുന്നത്? 1 0 1 1 0 1 -3 -1. ഇത് 0 ആവുന്നുണ്ട്. R3 1 -3 × 0. അപ്പോൾ 0. അടുത്ത എന്താ? 0 -3 × 1 -3. അടുത്ത 2 -3 -1. 0 1. അടുത്ത എന്താ? -2 -3. അടുത്ത 0 -1. ഇതാണ് റിസൾട്ടൻറ്റ് മെട്രിക്സ്. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ വരുന്ന വാല്യൂ എന്താണോ അത് യൂസ് ചെയ്ത് അതിന് താഴോട്ടുള്ള 2 വാല്യൂസും 0 ആക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 0 വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂ 0 ആക്കിയാൽ പോരെ. അപ്പോൾ നമുക്കിവിടെ എഴുതാം R4 gives R4 -R2. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ വരിക? 1 0 1 1 0 1 -3 -1 0 0 -3 -1. ഇത് 0 ആയി. ഇവിടെ എന്താ? 0 -3 -3 0. അടുത്ത -1 -1 0. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അടുത്ത സ്റ്റെപ്പ്, ഇൻ കേസ് ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ -3 യൂസ് ചെയ്ത് വേണം അതിനെ 0 ആക്കാനുള്ളത് അല്ലേ. അപ്പം ഇവിടെ എന്ത് വന്നിട്ടില്ല? വാല്യൂ വന്നിട്ടില്ല. 0 ആണ് നമുക്ക് ആദ്യമേ കിട്ടി. അതുകൊണ്ട് ഇനി ഇവിടെ വെച്ചിട്ട് നിർത്താം. ഇനി നമുക്ക് റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് അല്ലേ. നമ്പർ ഓഫ് നോൺ സീറോ റോസ് നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് കണ്ടുപിടിക്കുന്നതിൽ 5 ടൈപ്പ് പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോൾ 5 ടൈപ്പ് എന്ന് പറയാൻ കാരണം നമ്മൾ പഠിച്ചതിൽ എന്താണ്? ഇപ്പോൾ റോയും കോളവും ഈക്വൽ അല്ലാത്ത കേസ് വന്നു. ഫസ്റ്റ് എലമെൻറ്റ് 0 വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് മാറ്റി വേറൊരു എലമെൻ്റ് ആക്കിയിട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ എലമെൻറ്റ് 1 അല്ലാണ്ട് വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആ തന്നേക്കുന്ന മെട്രിക്സിൽ തന്നെ ഏതെങ്കിലും ഒരു റോയിൽ ആദ്യത്തെ എലമെൻറ്റ് 1 ആണെങ്കിൽ റോ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം എന്ന് പഠിച്ചു. പിന്നെ എന്താണ്? 4 എലമെൻറ്റ്. ഇപ്പം ഒരു 3x3 മെട്രിക്സിൽ നമുക്ക് ഫസ്റ്റ് റോയിൽ എലമെൻറ്റ്സ് ഉണ്ട്, ബാക്കി 4 എലമെൻറ്റ് 0 വന്നു. ഇവിടെയും എലമെൻ്റ് ഉണ്ട്, ഇവിടെയും എലമെൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 എലമെൻറ്റ് 0 ആണെങ്കിൽ ഇതിനെ 0 ആക്കാൻ പറ്റും എന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ റാങ്ക് കണ്ടുപിടിക്കുന്നതിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ.